ഹായ്, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്തായ ഒരു ഇലക്ട്രീഷ്യൻ്റെ കെയർ ഓഫിലാണ്. ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് തുമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഒരു ട്രിപ്പിങ്ങും ബില്ല് കൂടുതലുമായിട്ടുള്ള ഒരു കേസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് ഇൻസ്റ്റലേഷൻ ടെസ്റ്റിംഗ് ആരംഭിച്ചു. നോർമലായിട്ട് ഇവർക്ക് ലാസ്റ്റ് ബില്ല് വന്നത് 4000 രൂപയും അതിന് മുന്നത്തെ ബില്ല് വന്നത് ഏകദേശം 10000 രൂപ വരെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷം അവിടെ ഒരു ഫോൾട്ട് കണ്ടെത്തി. സോളാറിൽ നിന്ന് പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ ഒരു ലീക്കേജ് വന്നിട്ടുണ്ടായിരുന്നു എർത്തുമായിട്ട്. സോളാറിൻ്റെ ഐസൊലേറ്റർ കത്തിപ്പോയതാണ് അതിന് കാരണം. അപ്പോൾ അതിന് ശേഷം അവർ നെക്സ്റ്റ് ബില്ല് ക്ലിയറാക്കി അടുത്ത ബില്ല് എങ്ങനെ വരുന്നുള്ള രീതിയിലാണ് നോക്കിയിരുന്നത്. അപ്പോൾ സോളാറിൽ നിന്നുള്ള ലീക്കേജ് ക്ലിയർ ആക്കിയതിന് ശേഷം വീണ്ടും ഒരു 4000 രൂപ ബില്ല് വന്നപ്പോഴാണ് നമ്മൾ സമീപിച്ചത്. പൂട്ടിക്കിടക്കുന്ന വീട്ടിലാണ് ഇതുപോലത്തെ ഒരു ബില്ല് വന്നിരിക്കുന്നത്. അതിനർത്ഥം അവർ മോട്ടർ ഓൺ ചെയ്യുന്നതിന് വേണ്ടി മറ്റു ആവശ്യങ്ങൾക്കായിട്ട് മോട്ടർ അടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടുത്തെ വൈദ്യുതി ഉപയോഗിക്കാറ്. അപ്പോൾ ഒരു ലീക്കേജും ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ സമയങ്ങളിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തും എല്ലാ സമയങ്ങളും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഇടുകയായിരുന്നു പതിവ്. മോട്ടോർ ഓൺ ചെയ്യുന്നതിന് വേണ്ടി മാത്രം മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുക, അതിനുശേഷം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ലാസ്റ്റ് ബില്ല് വന്നത് 4000 രൂപയ്ക്ക് ശേഷം ഇപ്പോൾ റീഡിങ് ആയിട്ടുള്ളത് ചെറിയൊരു യൂണിറ്റ് മാത്രമാണ് റീഡിങ് ആയിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 80 യൂണിറ്റോളം റീഡിങ് വന്നിട്ടുണ്ട്. ട്രിപ്പായതിൻ്റെ കാരണങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് കണ്ടെത്തി. ഔട്ട്സൈഡ് വാൾ വരുന്ന ഭാഗങ്ങളിലെ ബെഡ്റൂമുകളിലെ ഫുട് ലൈറ്റിനാണ് വയറുകൾ തകരാറായിരിക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സോക്കറ്റുകൾക്കും വയറുകൾ ഡാമേജ് വന്നിട്ടുണ്ട്. കൂടാതെ ബില്ല് കൂടാനുണ്ടായ സാഹചര്യം, ഇത് ട്രിപ്പാകുന്ന സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. ബില്ല് കൂടുന്നതിൻ്റെ സാഹചര്യം, അവിടെ ഒരു സബ്മേഴ്സിബിൾ പമ്പ് ഉണ്ടായിരുന്നു. അത് ഈ LCBക്ക് മുന്നായിരുന്നു കണക്ട് ചെയ്തിട്ടുള്ളത്. കണക്ട് ചെയ്ത മെത്തേഡ് എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് തന്നെയാണ്. കാരണം ഒറ്റ ഈ RCCB മാത്രം വെച്ചിട്ടുള്ള വീടുകളിൽ, ഒട്ടുമിക്ക വീടുകളിലും സബ്മേഴ്സിബിൾ പമ്പാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. എന്നാലും മറ്റൊരു RCCB വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു കാര്യം. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ലീക്കേജ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, 2 ആമ്പിയറാണ് അവിടുത്തെ നോർമൽ ലീക്കേജ്, അതായത് മോട്ടർ ഓഫ് കണ്ടീഷനിലാണ്. ഇതിന് ശേഷം മോട്ടറും പാനലും നമ്മൾ IR ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ന്യൂട്രൽ ഫേസും അവിടെ മാറ്റി കൊടുത്തിരിക്കുകയാണ്. എല്ലാ സമയങ്ങളിലും ഫേസ് മോട്ടറിലേക്ക് പോകുന്ന രീതിയിലായിരുന്നു കണക്ഷൻ. DP സ്വിച്ചിൽ നിന്ന് വയർ ഫേസ് ന്യൂട്രൽ മാറിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് മെയിൻ്റനൻസിന് വന്ന ആരോ ചെയ്ത ഒരു വർക്കാണ്. 2 ആമ്പിയർ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് മോട്ടറിൻ്റെ തകരാറ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മുന്നേ വന്ന ബില്ല്, അതായത് 10000 രൂപ ബില്ല് വന്നതിന് ശേഷം അവർ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ആവശ്യത്തിന് മാത്രം ഓൺ ചെയ്യുന്ന രീതിയിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മാസം, അതായത് ലാസ്റ്റ് വന്ന ബില്ല് 4000 രൂപയും അതിൽ തന്നെ പ്രൊഡക്ഷൻ ഒട്ടും ഇല്ലാതിരുന്നു. പ്രൊഡക്ഷൻ ഇല്ലാത്തതിൻ്റെ കാരണം സോളാർ ഓൺ ഗ്രിഡിൻ്റെ പ്രൊഡക്ഷൻ കണക്ട് ചെയ്തിരിക്കുന്നത് വീട്ടിലേക്ക് പോകുന്ന മെയിൻ സ്വിച്ചിൻ്റെ ഔട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താൽ പ്രൊഡക്ഷനും അവിടെ നിൽക്കും. മോട്ടറിൻ്റെ തകരാറ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തു. അതോടൊപ്പം സോളാറിൻ്റെ എല്ലാ സിസ്റ്റം കാര്യങ്ങളും ചെക്ക് ചെയ്തു. ലീക്കേജിൻ്റെ കാര്യങ്ങളും അതോടൊപ്പം കൺസെപ്ഷൻ ഉണ്ടായതിൻ്റെ കേസുകളും അതെല്ലാം നമ്മൾ കണ്ടെത്തി പരിഹരിച്ചു. റീവയറിങ് ചെയ്യേണ്ടത് നമ്മുടെ ഇലക്ട്രീഷ്യൻ സുഹൃത്ത് അടുത്ത ദിവസം വന്ന് ചെയ്യും. അതോടൊപ്പം മോട്ടറിൻ്റെ കേസിൽ 2 ആമ്പിയർ കറണ്ട് മോട്ടറിൻ്റെ കോയിലൂടെ തുടർച്ചയായിട്ട് ഒഴുകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മോട്ടറിൻ്റെ കോയിൽ കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് മുന്നാണ് ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടാകുക എന്നാണ് നമ്മുടെ നിഗമനം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.